എ സ്റ്റാർ മസ്റ്റ് ബി സെലിബ്രേറ്റഡ്. പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുന്ന നിങ്ങളൊരു സ്റ്റാർ ആയിരിക്കാം. മേ ബി നിങ്ങളൊരു സ്റ്റാർ ആകണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. എന്നാ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പറ്റാത്തതായിരിക്കും, അതായത് ഒരു ഇൻട്രോവേർട്ട് ആയിരിക്കും. എന്നാൽ എനിക്ക് നിങ്ങളോട് സന്തോഷ വാർത്ത പറയാനുണ്ട്. യു ആർ ഓൾറെഡി സെലിബ്രേറ്റഡ് ബൈ സംവൺ. സെലിബ്രേറ്റഡ് ആണ്. റോമക്കാർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യത്തിലേക്ക് പോകുന്നതിന് മുന്നമേ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് പോവാം. ആ വാക്യം ഇങ്ങനെയാ പറയുന്നത്: സമസ്തവും അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് റോമക്കാർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിലേക്ക് പോവാം. അവനിൽ നിന്ന്, അവനിലൂടെ, അവനിലേക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് കർത്താവായ യേശുവിനാകുന്നു. എന്നെ കാണുന്ന നിങ്ങൾ ഏത് മതത്തിലുള്ളവരുമായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, എത്ര പ്രായം കൂടിയവരും ആയിക്കോട്ടെ, എത്ര പ്രായം കുറഞ്ഞവരും ആയിക്കോട്ടെ, സത്യം ഇതാകുന്നു: നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടത് യേശുവിന് വേണ്ടിയിട്ടാകുന്നു. പഴയ നിയമത്തിൽ ജെറമിയ പുസ്തകത്തിനകത്ത് ഇപ്രകാരം ഒരു വാക്കുണ്ട്: നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ, നാം ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുന്നമേ ദൈവം നമ്മളെ അറിഞ്ഞു എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഷെയർ ചെയ്യട്ടെ. അവൻ നിന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. നമ്മളുടെ പാസ്റ്റും നമ്മളുടെ പ്രസന്റും നമ്മളുടെ ഫ്യൂച്ചറും അറിയാവുന്ന കർത്താവ് ഓൾറെഡി നമ്മളെ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ആര് തള്ളിക്കളഞ്ഞാലും, നിങ്ങളെ ആര് മാറ്റി നിർത്തിയാലും, ഐ ഹാവ് എ ഗുഡ് ന്യൂസ് ഫോർ യു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ നിന്ന് കാണുന്നത്. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇത് ചുമ്മാ ടൈം കളയാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. പക്ഷെ ഇത് നിങ്ങൾ കേൾക്കണമെങ്കിൽ ഇറ്റ്സ് എ പ്ലാൻ ഓഫ് ഗോഡ്. സോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. We will meet you next time. Amen. Praise the Lord.